സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ആധുനിക ജീവിതത്തിന് അത്യാർത്ഥിയും നാനാർത്ഥിയും നമുക്ക് സമ്മാനിച്ച സമാധാനമില്ലായ്മയുടെ നടുവിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ എല്ലാത്തിന്റെയും അവസാനം മരിക്കലാണ് എന്ന് കരുതി അവൻ ആത്മഹത്യയിലോട്ട് കടന്നു പോകുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ ഡോക്ടർ ശിഹാബ് ഉമർ പറഞ്ഞതുപോലെ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളുടെ മുമ്പിൽ ഗവൺമെന്റ് കൗൺസിലിംഗ് നടത്തുന്നു, ക്ലാസുകൾ നടത്തുന്നു, മനുഷ്യനെ ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ പ്രേരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നിങ്ങൾ തളർന്നുപോയവരാണോ? ജീവിതത്തിൽ നിങ്ങൾ സങ്കടപ്പെട്ടവരാണോ? ജീവിതം അവസാനിക്കണമെന്ന് ആയുസ്സിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചവരാണോ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഹൃദയത്തിന് സമാധാനം നൽകാൻ, ജീവിതത്തിന് ലക്ഷ്യബോധമുണ്ടാവാൻ, നിരാശയുടെ പടുകുടിയിൽ നിന്ന് തിരിച്ചു വരാൻ, ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ഞാനൊരു വലിയ ഒരു അമൃതിനെ തന്നിട്ടുണ്ട്. ആ തന്ന അമൃത് ഏതെന്നറിയുമോ? ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള സാധനമാണത്. ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വസ്തു ഏതാണ്? ഭൂമിയല്ല, ആകാശമല്ല, ഈ കാണുന്ന നക്ഷത്രങ്ങളും ഗാലക്സികളും ഒന്നുമല്ല. ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള ഒരു വസ്തുവിനെ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ആ ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വസ്തു ഇന്നാ സനുൽഖി അലൈക ഖൗലൻ തഖീലാ ഇന്ന നാശിയതൽ ലൈലി ഹിയ അശദ്ദു വതാ വഅഖവ ഖീലാ. അല്ലാഹു പറയുകയാണ്, ഇന്നാ പ്രവാചകരെ സനുൽഖി അലൈക ഖൗലൻ തഖീലാ, ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വാക്കുകളെ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തരികയാണ്. ഏറ്റവും ഭാരമുള്ള ആ ആയത്തുകളെ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തരുമ്പോ ആ ആയത്തുകള് പാരായണം ചെയ്ത് പാതിരാവിന്റെ നിശബ്ദതയിൽ ഇന്ന നാശിയതൽ ലൈലി യഅശദ്ദു വതഅ വഅഖവ ഖീലാ, പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള ആയത്തുകളെ നിങ്ങൾ പാരായണം ചെയ്ത് പാതിരാ സമയത്ത് ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചാൽ അതാണ് ഇന്ന നാശിയതൽ ലൈലി, പാതിരാവിലെ നിങ്ങളുടെ ആരാധനകൾ അത് നിങ്ങൾക്കും മനക്കരുത്തിനെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ പാതിരാവിലെ ഖുർആനിന്റെ പാരായണം മതിയാകുന്നതാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആത്മഹത്യയിൽ നിന്നുള്ള ഒരേ തിരിച്ചു വരാനുള്ള ഒരു പോംവഴി ഇത് ഖുർആനാണ്. ഇന്ന നാശിഅത്തൽ ലൈലി